ഇതാണ് ചെറുപയർ കറി. റെസിപ്പി അറിയാൻ വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. നമ്മളിന്നൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു സാധാരണ നിങ്ങളുണ്ടാക്കുന്ന ചെറുപയർ കറിയുടെ രൂപത്തിലുള്ള കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്കൊരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു, അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി വരണം, അത് പൊട്ടുന്നേ ഉള്ളൂ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു അതര വേപ്പ്, അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ ഇഞ്ചി ചതച്ചത്, ഒരു 10-15 ചെറിയ ഉള്ളി ചതച്ചത്. ഇത് രണ്ടും ചതച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക. അതിൻ്റെ നീരോടുകൂടിയിട്ട് ഇടുക. ഒന്ന് ഇളക്കുക, അധിക നേരം ഒന്നും ഇളക്കണ്ട, ഒന്ന് ഇളക്കുക. ചതച്ചതായതുകൊണ്ട് നിങ്ങൾ അധികം മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത്, ഒരു പച്ചമുളക് മതി. ഇതിൽ ഒരു പച്ചമുളകും അല്പം കുരുമുളകും ഉപ്പും ഉരതല വേപ്പിലയും ചേർത്തിട്ടാണ് ഞാൻ ചെറുപയർ വേവിച്ച് ചെയ്യുന്നത്. പ്രഷർ കുക്ക് ചെയ്തിട്ടേക്കാണ്. ഒരു 3-4 വിസിൽ, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എന്താ പറയുക, വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ചെറുപയർ. അത്രയും നേരമൊക്കെ നിങ്ങൾക്ക് ഒരു ഇതിലിട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉപ്പ് ചേർത്ത്, ഇളക്കുക. അതിനുശേഷം ഒരു തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. തക്കാളി വെന്തുടയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അതുകൊണ്ട് തന്നെ തക്കാളിയുടെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി. വീണ്ടും ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം 1 സ്പൂണോളം ചേർത്ത്, വലിയ ജീരകം അത് 1 സ്പൂൺ ചേർത്ത്, ഉപ്പും ചിക്കൻ മസാല ഒരു 1.5 സ്പൂൺ ചേർത്ത്, ഈ പൊടികളൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ ആ ജീരകം ഒന്ന് നോക്കണം. ഒന്ന് നന്നായിട്ട് ഒന്ന് വയ്ക്കാം. പൊടികൾ മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇടും. ഞാനിവിടെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 1/2 സ്പൂണ് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക്, 1 മുളക്, 1 പച്ചമുളക്, 1 അതര വേപ്പില, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുള്ള. ചെറുപയർ ഞാനൊരു ഏകദേശം ഒരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഏകദേശം 3 പിടി, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളം ചെറുപയറിട്ട ശേഷം
നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആവാം. തക്കാളിയൊക്കെ ചൂടായി അതിൻ്റെ തൊലിയൊക്കെ കുറഞ്ഞു പോരുന്ന ലെവലായിട്ടുണ്ട്. ഇത് അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ചെറുപയർ എത്രയാണോ ഇട്ടിട്ടുള്ളത് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് ആ ചെറുപയർ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. പാകത്തിന് ഉപ്പാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ച പാലാണ്. അതുകൊണ്ട് തന്നെ ഇത് അല്ലെങ്കിൽ ചൂടാക്കണമെന്നില്ല. പാലൊഴിച്ച ശേഷം ഒന്ന് ഇളക്കുക. പിന്നെ ഇത് തിളപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഓൾറെഡി തിളപ്പിച്ച പാലാണ്. തണുത്തൊഴിച്ച് വെള്ളം കുഴപ്പമൊന്നുമില്ല. തിളപ്പിച്ച പാൽ തണുത്തതിന് ശേഷം ഒഴിച്ചാലും കുഴപ്പമില്ല. അതേപോലെ ഫ്രഷ് പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഫ്രഷ് പാലാണ് ഒഴിച്ചെങ്കിൽ ജസ്റ്റ് ഒരു തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ഇതള വേപ്പില, 1 പച്ചമുളക്, കൂടെ 1/2 സ്പൂണ് കുരുമുളക്, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കുക. സ്വാദിഷ്ടമായ ചെറുപയർ കറി റെഡി. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ പൊറോട്ടയുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാനായിട്ട്